ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പാറസ് ക്രിയേഷൻസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലൈമറ്റൊക്കെ നല്ല റെയിൻഫോൾ ആണ്. അപ്പോൾ എല്ലാവരും നല്ല അലേർട്ടായിട്ട് വീട്ടിലിരിക്കുന്ന സമയമാണല്ലേ? അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ഞണ്ട്. ഇന്നത്തെ കറി എന്ന് പറയുന്നത് ഞണ്ട് കറി വെക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 ഞണ്ട് കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ള ഒരു ഞണ്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഞണ്ട് നമുക്ക് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പരുവും അതൊക്കെ ചേർത്ത് ഞണ്ട് വറുത്തല്ല, ഞണ്ടൊന്ന് കറിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിനെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കി നിങ്ങളെടുക്കുക. നമ്മൾ കഴുകിയതിന് ശേഷം അതിനകത്തുള്ള പരുവൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതിനകത്തുള്ള ആ ഒരു നെയ്യ് പോലെ ഇരിക്കുന്ന ആ സത്ത് നമ്മൾ പിന്നെ കളയാൻ പാടില്ല. അത് നല്ലതാണ്. കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്കത് ഉപകരിക്കും. അടുത്തതിലേക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു അരമുറി തേങ്ങ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് അരപ്പിന് വേണം. ഞങ്ങൾക്കൊക്കെ ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ നന്നായിട്ട് എല്ലാവർക്കും നന്നായിട്ട് കറി വേണം. അപ്പം അതിനാവശ്യമായിട്ടൊരു അരമുറി തേങ്ങ എടുക്കുന്നുണ്ട്. പിന്നെ അതിലാവശ്യമായിട്ടുള്ളത് ഒരു നുള്ള് എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് ഓഫ് പുളിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു നുള്ള് പുളി എടുക്കുക കേട്ടോ. കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ ചിലവർ പുളി എന്ത് ചെയ്യില്ല, ഉപയോഗിക്കില്ല. നമുക്ക് പുളിയും വേണം, തേങ്ങ, പുളി, ഒരു 4-5 വെളുത്തുള്ളി. അപ്പം വെളുത്തുള്ളി നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലവർ ചിലപ്പോൾ 5-6 പുളി, 5-6 കുറച്ചുകൂടെ പുളിയും കുറച്ചുകൂടെ വെളുത്തുള്ളി ആഡ് ചെയ്യും. ചിലവർ പുളി ആഡ് ചെയ്യത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു നുള്ള് പുളിയും പിഞ്ച് ഓഫ് പുളി എന്നൊക്കെ പറയാൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു നുള്ള് പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ 1 സ്പൂൺ ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയാണ് അരയ്ക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു ടേസ്റ്റി തിങ് എന്ന് പറയുന്നത് കറിവേപ്പില. ഈ നന്നായിട്ട് അരച്ച് വന്നതിന് ശേഷം നിങ്ങൾ കറിവേപ്പില ഇട്ട് ഒരടി അടിച്ചെടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. കറിവേപ്പില ആഡ് ചെയ്യാത്തവരും ഉണ്ട്, അരപ്പ് മാത്രം നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ അവസാനം ഈ ഒരു കറിവേപ്പില ഇട്ട് ഒന്ന് ഗ്രൈൻഡപ്പ് ചെയ്തെടുക്കുന്നു. അത് കഴിഞ്ഞുള്ളതെന്ന് വെച്ചാൽ നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഒരു 250 ഉള്ളിയാണ്. 250 ഉള്ളി നന്നായിട്ട് തോലൊക്കെ ചെത്തി നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞ് പാകത്തിനെടുക്കുക. 4ആയിട്ട് കീറി അരിഞ്ഞ് പാകത്തിനെടുക്കുക. പിന്നെ ഒരു ഒരു 4-5 വെളുത്തുള്ളി ഒരു 4ആയിട്ട് കീറിയെടുക്കാം. പച്ചമുളക് വേണം, ഒരു 4-5 പച്ചമുളക് എടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് 6-7 പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പില വേണം, കടുക് വേണം, എണ്ണ വേണം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇഞ്ചി കേട്ടോ. ഒരു നുള്ളി ഇഞ്ചി ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നും അടുപ്പിലാണ് വയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ മൺചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് ഈർപ്പമൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം എണ്ണ വീത്തി കൊടുക്കാം. എണ്ണ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ആവശ്യത്തിന് നിങ്ങൾക്ക് ഒരു ഉള്ളി ചെറിയ രീതിയിൽ വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക. അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ അരിഞ്ഞിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അതൊന്ന് ചുമന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ചുമന്ന് വന്നതിന് ശേഷം കടുകും കറിവേപ്പിലയിട്ട് നല്ല രീതിക്ക് ഒന്ന് എന്ത് ചെയ്യുക, കടുക് താളിക്കാം. ചിലവർ ഉലുവ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എണ്ണയും ഉള്ളി, കടുക്, കറിവേപ്പിലയിട്ട് നല്ല രീതിക്കൊന്ന് താളിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉള്ളി ഒന്ന് ചുമന്ന് റെഡിയായി വന്നു. നന്നായിട്ട് താളിച്ച് കറിവേപ്പിലയൊക്കെ ഒന്ന് കരിയാറായി വരുന്ന കണക്ക് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഇതിൽ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞല്ലോ. ഇഞ്ചി, ഒരു നുള്ളി ഇഞ്ചി അരിഞ്ഞ്, ഇപ്പോൾ നിങ്ങൾക്ക് ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം, ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചിയൊക്കെ. പക്ഷേ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഇപ്പോൾ ഉള്ളി 250 ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആദ്യം കടുക് താളിച്ചതിന് ശേഷം ഈ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടെ, കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഞാൻ നല്ല രീതിക്ക് വഴറ്റിയെടുക്കുവാണ്. അടിയിൽ പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ചുമന്ന് വരുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ചുമക്കണമെന്നില്ല, എങ്കിലും ഒരു ചെറിയ തോതിലെങ്കിലും ചുമക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒരു റെഡ് കളർ വരുന്ന രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് ചുമന്നെടുക്കാം. ചിലവർ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇപ്പം തന്നെ ഈ വഴറ്റുമ്പം തന്നെ ഉപ്പും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ഗ്രേവി പരുവത്തിനാക്കിയിട്ട് ഞണ്ട് ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന ഓരോ രീതിയാണ്. ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നല്ല രീതിക്കൊന്ന് വഴറ്റി ഒന്ന് വെന്ത് വരുന്ന തോതിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ആ ഞണ്ടിൻ്റെ പരുവും കറിയും അതിനകത്തുള്ള ആ ഒരു സത്തൊക്കെ ഇട്ട് റെഡിയാക്കി അതിൻ്റെ കൂടെ ഒന്ന് മിക്സപ്പ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുവാണ്. ഇതുപോലെ നന്നായിട്ട് അതിനെ പൊടിയാത്ത രീതിയിൽ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ അതിലൂടെ ഒന്ന്
മിക്സപ്പായി വരും. അതിനുശേഷം നമുക്ക് ഇപ്പോൾ 1 സ്പൂൺ ഉപ്പ്, നിങ്ങൾക്ക് ആവശ്യത്തിന് വീണ്ടും വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം എനിക്കിപ്പോൾ ഒരു കറക്റ്റ് അളവിന് ഈ ഒരു ഞണ്ടിൻ്റെ ഒരു 5 സൈസ് ഞണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഞണ്ടിന് ആവശ്യമായിട്ടുള്ള 1 സ്പൂൺ ഉപ്പും ഒരു 2 സ്പൂൺ മുളക് പൊടി കേട്ടോ, എരിക്ക് വേണ്ടിയിട്ടാണ്. ഒരു 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന്, ഇതിന് ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ചിലവർ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ ഞാനിതിന് അധികം പുളിയോ മല്ലിപ്പൊടിയോ ആഡ് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ എണ്ണ, നമ്മുടെ കടുക് കറിവേപ്പിലയിട്ട് കടുക് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി, ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലയിട്ട് നന്നായിട്ട് വഴറ്റി അതൊന്ന് ചുമന്ന് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഞണ്ടെടുത്ത് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അതിനാവശ്യമായിട്ടുള്ള 2 സ്പൂൺ മുളക് പൊടി 1 സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുവാണ് കേട്ടോ. ഇനിയാണ് ഇതിൻ്റെ അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത്. ഈ നന്നായിട്ട് വഴറ്റി ഒന്ന് മിക്സപ്പ് ചെയ്താണ്ടല്ലോ, ഇത് നല്ലൊരു ചുമന്ന ഒരു എന്താ പറയുക, ഒരു റെഡ് കളറിലായിട്ടുണ്ട്. ആവശ്യത്തിന് ഒരു എരിവ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാൻ പറ്റും. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവ്, നല്ല രീതിയിലൊരു സ്പൈസി ആയിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലേ, നമ്മുടെ വെളുത്തുള്ളി, നമ്മുടെ ജീരകം, ഇതൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു നുള്ളു പുളിയുണ്ടോ, അതിന് കളറില്ല വലിയ. നമ്മൾ അതിനനുസരിച്ച് ഒന്ന് മിക്സപ്പ് ചെയ്തെടുക്കുക. ഇതിനെല്ലാം ഒന്ന് മിക്സപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ബാക്കി മിക്സിയിൽ വരുന്നത് ഞാൻ അതുപോലെ ഒന്ന് വെള്ളം ചേർത്ത്, എനിക്ക് ആവശ്യത്തിനൊരു കറിക്ക് പാകത്തിന് ആവശ്യത്തിന് ഞാൻ വെള്ളം ഒന്ന് മിക്സപ്പ് ചെയ്ത് അതിനാവശ്യത്തിനുള്ള വെള്ളം, പേസ്റ്റ് വലിയ കുറുകി പിടിക്കുന്ന രീതിയിലൊന്നുമല്ല, ഞാനിവിടെ ഞണ്ട് കറിയാണ് വയ്ക്കുന്നത്. അതിനാവശ്യത്തിനുള്ള വെള്ളം ഞാൻ നല്ല രീതിക്ക് ആക്കി ഒന്ന് മിക്സപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ പോരെങ്കിൽ വീണ്ടും ഒന്ന് എന്ത് ചെയ്യുക, മുളക് പൊടി കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇപ്പം കുറച്ചുകൂടെ എനിക്ക് കളർ കുറച്ചുകൂടെ വേണമെന്ന് തോന്നി, കുറച്ചുകൂടെ സ്പൈസി ആയിട്ട് വേണം, എനിക്ക് നല്ല എരിവ് വേണം. അപ്പം ഞാൻ ഇച്ചിരി കൂടെ മുളക് പൊടി ഇച്ചിരി കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ മുളക് പൊടിയുടെ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പില്ലെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി ഒന്ന് കുലുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടല്ലോ, ഞാനിപ്പോൾ തുറന്നപ്പോൾ നന്നായിട്ട് തിളച്ചൊരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് തീയൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക കേട്ടോ. അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് നല്ല രീതിക്കൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഞാനത് വീണ്ടും കടുതാളിക്കേണ്ട ആവശ്യമില്ല. ആദ്യം കടുതാളിച്ച് വഴറ്റിയതിന് ശേഷമാണ് ഞാൻ ഞണ്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മളെ ഞണ്ട് കറി, നല്ല സ്പൈസി ആയിട്ടുള്ള ഞണ്ട് കറി. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈസി റെസിപ്പിയാണ്, ഒരു ഹെൽത്തി സീ ഫുഡാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ഞണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന, സ്കൂൾ തുറക്കാൻ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ പിള്ളേരൊക്കെ നന്നായിട്ട് ഞണ്ട് കറിയൊക്കെ കൂട്ടി നല്ല രീതിയിൽ ചോറ് കഴിക്കട്ടെ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.